ഇറ്റാലിയൻ ഡെസേർട്ടായ പെന്നാക്കോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സ്ട്രോബെറി പെന്നാക്കോട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 1.5 കപ്പ് ഫ്രഷ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് കുതിർത്ത് വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രാസോ അല്ലെങ്കിൽ ജലത്തിനോ നമുക്ക് ഉപയോഗിക്കാം. ഏകദേശം ഒരു 5 ഗ്രാം വരും. ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. നമുക്കിതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ക്രീമാണ് ഒഴിക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പോളം ഉണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തിളക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അധികം കുഴിയില്ലാത്ത ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ടവൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലുള്ള ഗ്ലാസ്സിലാണ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കാം. സ്ട്രോബെറി വെച്ചിട്ട് ഒരു പ്യൂരി ഉണ്ടാക്കണം, ഒരു സ്ട്രോബെറി സോസ്. അതിനുവേണ്ടി ഞാൻ ഒരു സോസ് പാന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടില്ല 1 കപ്പ് സ്ട്രോബെറി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. സ്ട്രോബെറിയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വേവായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി സോസ് റെഡിയാവും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ സ്ട്രോബെറി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോസ് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ സ്ട്രോബെറി പെന്നാക്കോട്ട ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.